ഹലോവീന് പുറകിലുള്ള സത്യാവസ്ഥ ഇതാണ്. നമ്മുടെ നാട്ടില് നമ്മള് ഇങ്ങനെ ഹലോവീന് ആഘോഷിക്കാറൊന്നുമില്ല. പക്ഷെ ഫോട്ടോകളിലും വീഡിയോകളിലൊക്കെ കാണുമ്പോൾ നല്ല രസമാണെന്ന് തോന്നും. കാരണം നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാം, നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാം, അതിന്റെ കൂടെ നമുക്ക് ഫ്രീ മിഠായിയും കിട്ടും. പക്ഷേ ഇതൊക്കെ ആ ഹലോവീനിന്റെ റിയൽ റീസണ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സത്യത്തില് ആ ദിവസം ഈ ഹലോവീന്റെ റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ദ ഹോളിഡേ ഓഫ് ഡെത്ത് എന്നാണ്. അന്നേ ദിവസം സാത്താന്മാരും വിച്ചുമാരും ഒക്കെ ഒത്തിരി റിച്വൽസ് ചെയ്തിട്ട് ബാഡ് സ്പിരിറ്റ്സിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഭൂമിയെ കാണാൻ വിടും. അപ്പോ നമ്മൾ വിചാരിക്കും ഈ ഡ്രസ്സിങ് അപ്പൊക്കെ എവിടുന്ന് വന്നു എന്ന്. ആദ്യമൊക്കെ പണ്ട് ഹലോവീൻ ആദ്യം തുടങ്ങിയപ്പോൾ എല്ലാവരും ഡീമൺസും ഡെവിൾസുമായിട്ടായിരുന്നു ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവർക്കൊരു ത്രെട്ടനോ ഒരു എനിമി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ ഈ ആൾക്കാരെ ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫൗണ്ടർ ഓഫ് ചർച്ച് ഓഫ് സാത്താൻ പറയുന്നുണ്ട്, അയാളെ ഹാപ്പിയാണ് നമ്മുടെ പിള്ളേരും ഓരോ ദിവസമെങ്കിലും ദൈവത്തിനെ വേർഷിപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടെന്ന്. പിന്നെ നമ്മൾ വിചാരിക്കും, മിഠായി കിട്ടുമല്ലോ ഫ്രീ ആയിട്ട്, നമുക്ക് പോയേക്കാം, പിന്നെ വലിയ കുഴപ്പമില്ലെന്ന്. പക്ഷെ എന്നാലും നമ്മൾ ആ ഡിമോണിക് ഹോളിഡേയിൽ പങ്കുകൊള്ളുകയാണ്. എസ്പെഷ്യലി ഫോർ ക്രിസ്ത്യൻസ്. നമ്മളിവിടെ ഡാർക്ക്നെസ്സിനെയോ ഫിയറിനെയോ ഡെത്തിനെയോ ആഘോഷിക്കാനല്ല ദൈവം വിട്ടിരിക്കുന്നത്. വി ആർ അലൈവ് ഇൻ ക്രൈസ്റ്റ്. സോ വി ആർ ഹിയർ ടു ലൈറ്റൻ അപ്പ് ദ വേൾഡ്. ആ ദിവസങ്ങളിൽ ക്രിസ്ത്യൻസ് സെയിൻസ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യും. അപ്പോൾ ബാഡ് ഈവിൾ സ്പിരിറ്റ് വരുമ്പോൾ നമുക്ക് അവരെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡ്രസ്സപ്പ് ചെയ്യും മാത്രമല്ല, നമ്മള് കുഞ്ഞു പിള്ളേരൊക്കെ ഡ്രസ്സപ്പ് ചെയ്യും. പക്ഷെ അത് മാത്രമല്ല, നമ്മുടെ സെയിൻസിന്റെ ലൈഫിൽ അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിലും പ്രാക്ടീസ് ചെയ്യും. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ മിഠായികളിൽ എന്തായിരിക്കും ചെയ്യുന്നതെന്ന്? ഞാനിപ്പോ ബ്ലേഡ് കുത്തി കയറ്റുന്നതോ ചെറിഞ്ച് കയറ്റുന്നതോ ഒന്നുമല്ല പറയുന്നത്. ഐ ആം ടോക്കിംഗ് സ്പിരിച്വലി. അപ്പോ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണം. ഗോഡ് ബ്ലസ്.